ഹായ് ഡിയേഴ്സ്, ഇന്നത്തേത് കമേലിയ പ്ലാന്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവരും സബ്സ്ക്രൈബേഴ്സും പുറത്തുനിന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു പൂച്ചെടി അത്യാവശ്യം വില കൊടുത്ത് നമ്മൾ വാങ്ങി വളർത്തും. പക്ഷേ നമ്മുടെ ചെടിയിലെ ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പൂ അധികം കാണാറില്ല. ഇതല്ലേ നിങ്ങളുടെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം? ഇത് കൂടാതെ നിങ്ങളുടെ ചെടിയിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലകൾ കരിഞ്ഞു പോകും, ചെടിയിൽ പൂക്കളുണ്ടാവില്ല, മൊട്ടുകൾ ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നു, ചെടികളുടെ കൂമ്പ് ഭാഗം വാടി നിൽക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും എല്ലാവരും ഫേസ് ചെയ്യുന്നത്. ഈ ചെടികൾ മിക്കവാറും നമ്മൾ വീഡിയോസിലും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പ്ലാന്റിൽ മാത്രമായിരിക്കും ഫ്ലവേഴ്സ് കാണുന്നത്. നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഉള്ള പൂക്കൾ പൊഴിഞ്ഞു പോയതിന് ശേഷം മുട്ടുകളുണ്ടാവും, അത് പൊഴിഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമേലിയ ചെടിയിൽ പൂക്കളുണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്ന നമ്മുടെ സ്വദേശിയായിട്ടുള്ളൊരു ചെടിയല്ല, ഇത് വിദേശിയാണ്. കൂടുതലും ഇതിനകത്ത് പൂക്കളുണ്ടായി കാണുന്നത് ചൈനയിലും ജപ്പാനിൽ, കൊറിയയിൽ, വിയറ്റ്നാമിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ്. നോർത്തേൺ ഇന്ത്യയിലും ഇതിൻ്റെ കുറേ സ്പീഷീസ് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലും നല്ല രീതിയിൽ പൂക്കളുണ്ടായി കിട്ടും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ മുൻപ് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് കെയർ ചെയ്തിട്ടുള്ളത്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. കമേലിയയ്ക്ക് നല്ലത് അസിഡിക് ആയിട്ടുള്ള മണ്ണാണ്. അങ്ങനെയുള്ള മണ്ണിൽ ഈ ചെടി നന്നായിട്ട് വളരും. ആ മണ്ണിൻ്റെ pH വാല്യൂ 5 മുതൽ 6.5 വരെ, അല്ലെങ്കിൽ 5.5 മുതൽ 6.5 വരെ, ഇതിലാണ് ഏറ്റവും നന്നായിട്ട് ഈ പ്ലാന്റ് വളരുന്നത്. അതായത് നമ്മളെടുക്കുന്ന മണ്ണിലെ pH വാല്യൂ കൂടുതലാണെങ്കിൽ അതിനെ ആൽക്കലൈൻ ആയിട്ടുള്ള സോയിലാണെന്ന് പറയാം. ഇങ്ങനെയുള്ള മണ്ണിൽ നട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകൾ മഞ്ഞളിച്ചു പോകും, മൊട്ടുണ്ടാവുന്നത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി pHൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിനെ അസിഡിക് സോയിലാണെന്ന് പറയാം. അപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും അല്ല പറയുന്നത്. ഇതിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നോക്കി അതിനുള്ള സൊല്യൂഷൻ ചെയ്തു കൊടുക്കുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറച്ച് ബുദ്ധിമുട്ടണം. നല്ലൊരു പ്ലാന്റ് അല്ലേ, അപ്പം ഇതിനകത്ത് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായി കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പ്ലാന്റ് ആണ്, അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ മനോഹരമായിട്ട് ഇത് പൂക്കും. ഈ പ്ലാന്റ് എവിടെ നിന്ന് നമ്മൾ വാങ്ങിയാലും അതിൻ്റെ കൂടെയുള്ള മിക്സ് കുറച്ചായിക്കോട്ടെ നമ്മളത് കളയരുത് കേട്ടോ. ഈ പ്ലാന്റ് വളരെയധികം നന്നായി വളരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നതായതുകൊണ്ടാണ് അത് ആ മണ്ണിൽ നന്നായി വളരുന്നതും പൂക്കളുണ്ടാവുന്നതും. അതുകൊണ്ട് ആ മിക്സ് പൂർണ്ണമായിട്ടും കളയേ വേണ്ട കേട്ടോ. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം ചെറുതായി വാർന്ന് നിറയെ ഓർഗാനിക് വളങ്ങൾ ഇട്ടിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. അതായത് ചെറിയ നനവോട് കൂടിയിട്ടുള്ള പോട്ടി മിക്സ്, അതിനകത്ത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഈ പ്ലാന്റ് നടാൻ. അത് ഏതൊക്കെ അളവിൽ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു പോട്ട് എടുക്കണം. ഇനി നമുക്ക് പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ഈ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. മണ്ണിൻ്റെ pH വാല്യൂ, ഈ pH വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം. നമ്മുടെ ഹൈഡ്രാഞ്ചിയ പോലെയുള്ള ചെടികളും പൂക്കൾ ഉണ്ടാവാതെ നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പോട്ടി മിക്സിലേക്ക് വേണ്ട മണ്ണെടുക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കമേലിയ പ്ലാന്റ് വളർത്തുന്നവർ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ pH വാല്യൂ ആണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. ഈ pH വാല്യൂ നമുക്ക് കറക്റ്റാക്കി പ്ലാന്റ് നടാവുന്നതേ ഉള്ളൂ. നമ്മുടെ കമേലിയ അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിയ ചെടികളിലൊന്നും പൂക്കൾ ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഈ pH വാല്യൂ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 450 രൂപ മുതൽ ഒരു 1500 ഇടയിൽ നല്ല ടെസ്റ്റിംഗ് കിറ്റുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പം നമുക്ക് ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അല്ലാത്തവർക്ക് അല്ലാതെയും വാങ്ങാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി. ഞാൻ വെക്കുന്ന ലിങ്കിൽ നിന്ന് തന്നെ വാങ്ങണം എന്നൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ.
ഈ ടെസ്റ്റിംഗ് കിറ്റ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പൈപ്പ് അടക്കം ഇതുപോലെയാണ് സ്ക്രീനിൽ pH വാല്യൂ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ടെസ്റ്റിംഗ് കിറ്റ് ഉണ്ടാവുക. ഇനി ഇത് വാങ്ങാത്തവർ പെട്ടെന്ന് പ്ലാന്റ് നടാനാണെങ്കിൽ ഒരു ഹോം റെമഡി വെച്ചിട്ട് നമുക്കിതിൻ്റെ pH വാല്യൂ, അതായത് നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ ഒരു 1-2 ഇഞ്ച് താഴെ ഉള്ള മണ്ണ്, മേൽമണ്ണ് എടുക്കരുത്. മേൽമണ്ണിന് പിന്നെ പല രീതിയിലുള്ള മണ്ണായിരിക്കും. നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള സോയിൽ തന്നെ എടുക്കുക. ഈ സോയിൽ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള കപ്പിൽ ഇട്ട് വയ്ക്കുക. ഇനി വേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് കുറച്ച് വിനെഗർ, പിന്നെ ഒന്ന് കുറച്ച് ബേക്കിംഗ് സോഡ. മെയിനായിട്ട് ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ 2 കപ്പിലായിട്ട് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് 2 സ്ഥലത്ത് നിന്ന് എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് റിസൾട്ട് നന്നായി കിട്ടുള്ളൂ. ഏകദേശം കിട്ടുള്ളൂ കേട്ടോ, കറക്റ്റൊന്നും ആയിരിക്കില്ല, പിന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമെന്നേ ഉള്ളൂ. ഈ മണ്ണ് ഓവറായിട്ട് ഡ്രൈ ആയിരിക്കരുത്, ചെറുതായിട്ടൊന്ന് വെറ്റാക്കി വെക്കുക. 1 കപ്പിലെ സോയിൽ കുറച്ച് ഡ്രൈ ആണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് നമുക്ക് വിനെഗർ ഒഴിക്കാനുള്ളതാണ്. ഇനി ഒന്നിലേക്ക് നമ്മൾ വിനെഗർ ഒഴിക്കുക. വിനെഗർ ഒഴിക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ, അതായത് കുമിളകൾ വരുന്നുണ്ടെങ്കിൽ pH വാല്യൂ 6.5നേക്കാളും കൂടുതലാണ്, അതായത് 7 ഒക്കെ ആയിരിക്കും, അത് ആൽക്കലൈൻ സോയിലായിരിക്കും കേട്ടോ. ഇനി അത്യാവശ്യം നനച്ച് വെറ്റാക്കി വെച്ചിട്ടുള്ള സോയിലിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനകത്തും ഈ പറഞ്ഞതുപോലെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അത് അസിഡിക് നേച്ചറുള്ള മണ്ണായിരിക്കും, അപ്പോൾ pH വാല്യൂ കുറവാണ്. ഇനി ബബിൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 6.5ൻ്റെയും 7 വരെയൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് വേണ്ടത് 5ൻ്റെയും 6.5ൻ്റെയും ഇടയ്ക്കുള്ള pH വാല്യൂ ഉള്ള സോയിലാണ്. ഇനി ഈ മണ്ണിനെ pH വാല്യൂ കറക്റ്റാക്കി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടുള്ളൊരു പണിയാണല്ലേ. അതിലും ഭേദം ഒരു ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ വളങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ pH വാല്യൂ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോയിലിൽ മാത്രമാണ് നമുക്ക് ഈ പ്ലാന്റ് നടാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമുക്ക് ഈ pH വാല്യൂ കറക്റ്റായിട്ടുള്ള ഒരു സോയിൽ നമ്മുടെ പ്രദേശത്ത് കിട്ടില്ലെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് നടണമല്ലോ. അതിനുള്ള കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഏത് മണ്ണ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മണ്ണെടുക്കുക, വളരെ കുറച്ച് മതി. ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പൈൻ ബാർക്ക്, അതായത് പൈൻ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ശൽക്കങ്ങൾ പോലത്തെ ഭാഗമുണ്ടല്ലോ, ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഇത് കിട്ടാൻ നല്ല പാടാണല്ലേ. അതുകൊണ്ട് അതൊന്നും ആരും തപ്പിപ്പോകണ്ട. നമ്മൾ ഈ ഓർക്കിഡിന് മിക്സ് ചെയ്യുന്ന ചകിരിയുടെ ആ കഷ്ണങ്ങളുണ്ടല്ലോ, അതാണേലും മതി. ഇത് നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ് നന്നായിട്ട് ഉണ്ടാവണം. പൈൻ ബാർക്കാണെങ്കിൽ അത്രയും നല്ലതാണ്, അസിഡിസിറ്റി ഉണ്ടാവാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ അതെടുക്കാം, അതെല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓർക്കിഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മുടെ ചകിരിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ അതെടുക്കാം. ഇനി അതല്ലാത്തവർ വീട്ടിൽ തന്നെ ചകിരി വെട്ടി വെള്ളത്തിലിടുക. ഒരാഴ്ച നമ്മൾ വെള്ളം മാറ്റി മാറ്റി കൊടുത്ത് അതിൻ്റെ കറ നന്നായിട്ട് പോകണം. എന്നിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം, അതുകൊണ്ട് കുറച്ചധികം അങ്ങനെ ചെയ്തു വെച്ചാലും നല്ലതാണ്. ഇത് ഏകദേശം ഒരു 40% എടുക്കുക. നമ്മുടെ മിക്സിലേക്ക് വേണ്ട 40% ഈ ഒരു ചകിരിയുടെ കഷ്ണങ്ങളായിരിക്കണം, അല്ലെങ്കിൽ പൈനിൻ്റെ ഈ മരത്തിൻ്റെ തൊലിയായിരിക്കണം. ഇനി അടുത്തത് വേണ്ടത് പീറ്റ് മോസ് ഇല്ലെങ്കിൽ നമുക്ക് കൊക്കോ പീറ്റ് എടുക്കാം. ഈ കൊക്കോ പീറ്റ് നന്നായിട്ട് വിനെഗറിൽ കഴുകിയെടുക്കണം കേട്ടോ. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി അല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അത് വിനെഗർ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ഏകദേശം ഒരു 30% നമ്മൾ എടുക്കുക. ആ പോട്ടി മിക്സിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ നിലനിർത്താനും ഒരു അസിഡിസിറ്റി ഒക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് പെർലൈറ്റ്. ഒരു 20% പെർലൈറ്റ് ആഡ് ചെയ്യാം. നമ്മുടെ പോട്ടി മിക്സിൻ്റെ ഉള്ളിൽ എയറേഷൻ കൂട്ടാനും ഡ്രെയിനേജ് നന്നായിട്ട് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു 10% കമ്പോസ്റ്റ് ചേർക്കുക. ഒരു കൈ നിറയെ അളവിൽ കമ്പോസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് മണ്ണ് ചേർക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് മണ്ണ് ചേർത്തില്ലെങ്കിൽ ഒരു സുഖമില്ല എന്നുണ്ടെങ്കിൽ ഒരു പിടി അളവിൽ മണ്ണ് ചേർക്കുക. ഇനി ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ 1 സ്പൂൺ അളവിൽ പിന്നെ സൾഫർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വളം ഡിപ്പോകളിൽ അവൈലബിൾ ആണ്. ചെറിയൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി. സൾഫർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ അവിടെ വെച്ചേക്കുക. 24 മണിക്കൂർ നമ്മളവിടെ വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ ടെസ്റ്റിംഗ് കിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ pH വാല്യൂ ഒന്ന് നോക്കുക. കറക്റ്റായിരിക്കും കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 5ൻ്റെ മുകളിലും 6.5ൻ്റെ ഇടയിലുമായിട്ടുള്ള ഒരു pH വാല്യൂ കിട്ടും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഓർഡർ തരുമ്പോൾ തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കാനുള്ള സമയം ധാരാളമായിട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കമേലിയ പ്ലാന്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് തളിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ തളിപ്പ് വരാനാണ് സമയം എടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് തളിപ്പുകളൊക്കെ വന്നിട്ടുള്ള 5 വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. ഈ 5 വെറൈറ്റിക്കും കൂടി നമ്മൾ 680 രൂപയാണ് ചാർജ് ചെയ്യുന്ന പ്രൈസ്. 3 ദിവസത്തേക്ക് ഈ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ആഴ്ചയെ നമ്മൾ ഈ പ്ലാന്റ് അയക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടും. ആ സമയം കൊണ്ട് നിങ്ങൾ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോളുക. ഇല്ലെങ്കിൽ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് കുറച്ച് ദിവസം ആ ഒരു മണ്ണിൽ തന്നെ അവിടെ വെച്ചാലും മതി. അങ്ങനെ വയ്ക്കുമ്പോൾ നന്നായിട്ട് നനവൊക്കെ കൊടുക്കുക. മണ്ണിൽ തടമെടുത്തിട്ടാണ് ഈ പ്ലാന്റ് നടുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ pH വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഓരോ തവണ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും pH ലെവൽ മാറും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് സൾഫർ പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നടുന്നവർ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ നടുക കേട്ടോ. ഇങ്ങനെ നടുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴവെള്ളവും ഫിൽട്ടർ ചെയ്ത വെള്ളവും pH വാല്യൂവിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ മഴവെള്ളം നനഞ്ഞു കഴിയുമ്പോൾ, മഴ പെയ്യുമ്പോൾ എന്തായാലും പുറത്ത് വെച്ചിരിക്കുന്ന ചെടികൾ നനയുമല്ലോ. അപ്പോൾ മഴക്കാലത്തെടുത്തിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ മണ്ണിൽ തടവെടുത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ അതും പ്രശ്നമുള്ളവർ ഇങ്ങനെ നടണ്ട. പിന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനാണ് രാവിലെ തന്നെ നനച്ചു കൊടുക്കുക. മഞ്ഞുവെള്ളം വീണ് ഇതിൻ്റെ ഇലകളൊക്കെ നനഞ്ഞിട്ട് പിന്നെ നല്ല വെയിലായിരിക്കും. ആ വെയിലിൻ്റെ ചൂടിൽ ഇതിൻ്റെ ഇലകൾ പൊള്ളിപ്പോവും. നമ്മുടെ പോട്ടി മിക്സിൽ തണുപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഇലകൾ പൊള്ളുന്ന അതായിട്ട് നമുക്ക് ചെടികളിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇലകളൊക്കെ നനയുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. അതൊന്നും പൊഴിഞ്ഞും പോകുന്നില്ല, വിരിഞ്ഞും വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബഡ്സ് ഉണ്ടാവുന്നില്ല, ഉള്ള ബഡ്സൊക്കെ വിരിയാതെ പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും ആവാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇടയ്ക്ക് സാഫ് പോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മാസത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്, അതുപോലെ മഞ്ഞ് വീഴ്ചയുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ഷെൽട്ടറുള്ള ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിലും അതും ഈ ഒരു ചെടിക്ക് ഗ്രോത്തിനും ഫ്ലവറൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് സൾഫർ പൗഡർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനും ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഹെൽത്തിനും ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് സൾഫർ. അതുകൊണ്ട് ഈ സൾഫർ ഇട്ട് കൊടുക്കാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റിന് ഒട്ടും ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല സൺലൈറ്റിലിരിക്കേണ്ട പ്ലാന്റാണ്. വെയിൽ നന്നായിട്ട് കൊള്ളിക്കുക, നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് തന്നെ പ്ലാന്റ് വെക്കുക. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫംഗിസൈഡ് യൂസ് ചെയ്യുക. നമുക്ക് പ്രൂണിങ്ങും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയ തളിർപ്പുകളൊക്കെ നന്നായിട്ട് വന്നോളും. നല്ല എയർ സർക്കുലേഷനുള്ള സ്ഥലത്തല്ല പ്ലാന്റ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലാന്റ് കുറേ സ്ട്രെസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇലകളൊക്കെ പൊഴിഞ്ഞു പോവും, മുട്ടൊക്കെ പൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പൗഡറി മിൽഡ്യൂ ഒക്കെ പോലെയുള്ള ഇതൊക്കെ നമ്മുടെ ചെടികളിൽ വരാം. അപ്പോൾ റൂട്ടൊക്കെ നാശമായി പോവും. അതുപോലെ തന്നെ ലീഫിൽ ഇങ്ങനെ സ്പോട്ട്സ് ഒക്കെ ഇങ്ങനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് പോട്ടി മിക്സിലും ഇലകളിലും ഒക്കെ നന്നായിട്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്.
ഇനി നമ്മൾ പോട്ടിൽ തന്നെ നട്ട് വളർത്തുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും കെയറിംഗ് ഒക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ഇതിൻ്റെ വാട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ രാവിലെ സമയങ്ങളിൽ തന്നെ വാട്ടർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പോട്ടി മിക്സ് വെറ്റായിട്ട് നിൽക്കരുത്, എന്നാൽ ഓവറായിട്ട് ഡ്രൈ ആവുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഇട്ടിട്ട് വേണം പ്ലാന്റ് നടാനായിട്ട്. ഇപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു വാട്ടറിങ് രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. വേനൽക്കാലം ആകുമ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവും. അങ്ങനെ വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക. മഴക്കാലം വരുമ്പം പോട്ടി മിക്സിൻ്റെ ആ ഒരു തണുപ്പ് പോവില്ല അല്ലേ. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന ആ ഒരു രീതി മാറ്റുക. നനവ് ഇടയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം കൊടുക്കുക. രാവിലെ തന്നെ നനയ്ക്കുവാണെങ്കിൽ ഈ ഫംഗൽ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസും കുറവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നനയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ പോട്ടി മിക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വേണം നനച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മേൽമണ്ണ് മാത്രം നനയുന്ന രീതിയിൽ നനച്ച് പോകരുത്. അങ്ങനെ നനയ്ക്കുമ്പോഴും പ്ലാന്റിന് വേണ്ടതൊന്നും കിട്ടില്ല. പിന്നെ ഇടയ്ക്ക് pH വാല്യൂ ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റിന് വേണ്ട കിറ്റ് നമ്മൾ വാങ്ങി വയ്ക്കുക. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഡീപ്പായിട്ടുള്ളൊരു വീഡിയോ ചെയ്തത് തന്നെ. അത് ആവശ്യമാണെന്നും തോന്നി കേട്ടോ. കാരണം ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ നമ്മുടെ നാട്ടിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ചെടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കെയറിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇത് വാങ്ങി വളർത്തുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ്. നമ്മൾ കൂടുതലും ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ വാങ്ങുന്നത്. അപ്പോൾ പൂത്ത് നിൽക്കുന്ന ചെടിയാകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ കോംബോയിൽ പ്ലാന്റ് തരുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു പ്ലാന്റൊക്കെ വാങ്ങും. പക്ഷേ പിന്നീട് അതിനകത്ത് പൂക്കളുണ്ടാവില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരമാവും. ഇനി കമേലിയ പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് കോംബോയും കൂടി കാണിച്ചു തരാം. ഒന്ന് അസാലിയയുടെ ഈ സൈസിലുള്ള കോംബോയാണ്. ഇതിന് നമുക്ക് ഈ ഒരു സെറ്റിന് നമുക്ക് 500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്, കമേലിയ പ്ലാന്റ്സിൻ്റെ അത്രയും സൈസ് ഇല്ല. ഇത് ചെറിയ പ്ലാന്റ് ആണ്. 5 വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് 500 രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പെട്രിയയുടെ വൈറ്റ് നമുക്ക് നേരത്തെ സ്റ്റോക്ക് തീർന്നായിരുന്നു. ഇപ്പോൾ വൈറ്റും പിങ്കും വയലറ്റും നമുക്ക് അവൈലബിൾ ആണ്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പെട്രിയ എന്ന് പറയുന്നത്. അതിൻ്റെ 3 പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് വൈറ്റ് ആണ്. നല്ല ഇളം പച്ച ലീഫ്, കുറച്ച് നീണ്ടിട്ടുള്ള ലീഫായിരിക്കും. രണ്ടാമത്തേത് പിങ്ക്, ഇതിന് കോഞ്ചിയാന്ന് നമ്മൾ പറയാറുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ലീഫായിരിക്കും. മൂന്നാമത്തെ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ വയലറ്റ് കളറിൽ വരുന്നത്. അങ്ങനെ 3 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 3നും കൂടി നമുക്ക് 270 രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും ഇതുപോലെയുള്ള ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കൊറിയർ അയക്കാൻ പോകുമ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ പാക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അയച്ചു തരുള്ളൂ. അപ്പോൾ ഇന്നത്തേത് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ വാങ്ങി വളർത്തുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്തെങ്കിലും പ്ലാന്റിനെ പറ്റി ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജിലൂടെ അറിയിക്കുക കേട്ടോ.